ഇപ്പം കേരള ക്രിക്കറ്റിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഒട്ടനവധി ലെജൻഡറി ക്രിക്കറ്റേഴ്സ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ബിഗ് സ്റ്റേജിൽ, അതായത് ഒരു ഇന്ത്യൻ ടീം ലെവലിലേക്ക് വരുമ്പം എത്തപ്പെട്ട താരങ്ങളുടെ എണ്ണം താരതമ്യേന വളരെ കുറവാണ്. ശരിക്കും ആ ഒരു സമയത്തൊരു പൊളിറ്റിക്സ് ഇതിൻ്റെയൊക്കെ പിന്നിലുണ്ടെന്ന് സാറിന് തോന്നിയിട്ടുണ്ടോ? ഇപ്പം അനന്തപത്മനാഭനെ പോലെ ഒരു സ്പിൻ ബോളർ, അതൊരു ലെജൻഡ് എന്ന് പറയാം, അദ്ദേഹത്തിനൊക്കെ അർഹതപ്പെട്ട ഒരു റെക്കഗ്നീഷൻ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? അനന്തന് റെക്കഗ്നിഷൻ കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും റെക്കഗ്നിഷൻ കിട്ടിയിട്ടുണ്ട്. ഇന്ത്യൻ ക്യാപ്പ് കിട്ടിയിട്ടില്ലേ തന്നെയും ഞാൻ പറഞ്ഞ ഇന്ത്യയിലെ ഏറ്റവും ആദരിക്കപ്പെടുന്ന ഒരു സ്പിന്നറാണ്. ആ ഫീൽഡിൽ അദ്ദേഹത്തിന് കിട്ടാതെ പോയത് ഒരു അമ്പയർ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക ക്വാളിറ്റിയാണ് കാണിക്കുന്നത്. കാരണം അദ്ദേഹം എവിടെയെങ്കിലും ആരെയും വിമർശിച്ച് ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം എപ്പോഴും വരുന്നത് നന്നായിട്ട് ചെയ്യുക എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് ബാക്കിയുള്ളവർക്കൊരു ഒരു മോഡൽ ബുക്കാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം കളിയിൽ അദ്ദേഹത്തിന് കിട്ടാവുന്നതിനെ പറ്റി പലരും മറ്റുള്ളവർ പറയാറുണ്ട്. പക്ഷേ ഇദ്ദേഹം ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇത് അനിൽ കുംബ്ലെക്കാരനെ എന്നെ ഒഴിവാക്കിയെന്നൊന്നും അദ്ദേഹം ഒരിക്കലും സംസാരിച്ച് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ വളരെയധികം കാലം ഇൻറ്ററാക്ട് ചെയ്തിട്ടുണ്ട്. പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സിൽ ചിന്തയെ പോലും ആ രീതിയിൽ എന്നെ മനഃപൂർവ്വം ആളുകൾ കളയണതാണെന്നുള്ളത് മറ്റു പലരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനന്തനതൊരിക്കലും ആ രീതിയിൽ ചിന്തിക്കുകയോ പറയുകയോ ചെയ്തിട്ടില്ല. അതേസമയം എന്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യാൻ പുറപ്പെട്ടാലും അതിൽ എക്സൽ ചെയ്യണം എന്നുള്ളൊരു തീരുമാനത്തോടെ മുന്നോട്ട് പോയിട്ടുള്ള ഒരാളാണ്. അതാണ് ഇപ്പോൾ ക്രിക്കറ്റിൽ കളിയിലൂടെ കിട്ടാത്തത് പലതും അനന്തന് അമ്പയറിംഗ് ഫീൽഡിൽ കിട്ടുന്നത്. അദ്ദേഹം ഇന്ത്യയിലെ നല്ല ലോകത്ത് തന്നെ ഏറ്റവും നല്ലൊരു അമ്പയറായി മാറിക്കൊണ്ടിരിക്കുകയാണ്.